മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഗിരീഷേട്ടാ നന്ദാ മുരളി ഗിരീഷേട്ടാ പിടിക്ക എനിക്ക് അമ്മേ, ഗിരീഷേട്ടനെ ഞാനിപ്പോ വിളിച്ചു. എന്നിട്ടും എന്താ പറഞ്ഞേ? നന്ദുവിനെ കണ്ടെന്ന്. ഈശ്വര, അവനിപ്പോ എവിടെയാ? അവൻ എന്താ പറ്റിയേ? അതൊന്നും അറിയില്ല. നന്ദുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും കോള് കട്ടായി പോയി. ഈശ്വര, ഇപ്പോഴാ ശ്വാസം വീണത്. എനിക്കവനെ ഒന്ന് കണ്ടാലേ സമാധാനാവൂ. വൈകാതെ അവരിങ്ങ് എത്തുമല്ലോ. സമാധാനമായി അമ്മ. അമ്മ ആരെയാ വിളിക്കുന്നേ? എനിക്ക് ആ മേരി തോമസിനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് പറയണം, നിങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ എനിക്കെന്റെ മോനെ തിരിച്ചു കിട്ടുമെന്ന്. വേണ്ടമ്മേ, വിട്ടേക്ക്. മന്ത്രിക്ക് മന്ത്രിയുടേതായ ബുദ്ധിമുട്ടുകൾ കാണുമല്ലോ. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, സിദ്ധുവിന്റെ കാര്യത്തിൽ അവര് കൂടുതൽ ആത്മാർത്ഥത കാണിക്കണമായിരുന്നു. ഹോ, അന്ന് വന്നപ്പോ അറിയാലോ, സിദ്ധുവിനെ കുറിച്ച് പറയാൻ 1000 നാവായിരുന്നു. തേനും പാലും ഒഴുകുകയായിരുന്നു. സിദ്ധുവിന്റെ മോനു വേണ്ടിയല്ലേ സഹായം ചോദിച്ചത്? നയപരമായ തീരുമാനം പോലും. സിദ്ധു ഇല്ലായിരുന്നെങ്കിൽ അവർ മന്ത്രിയാവോ? സിദ്ധുവിൽ നിന്ന് പാഠം പഠിച്ചാണ് അവർ ഉയർന്നതെന്ന് അവർ തന്നെയല്ലേ എന്ന് പറഞ്ഞത്. അസല് രാഷ്ട്രീയക്കാരിയ. അവസാനം ഒരു ഉപദേശം, തനൂജയ്ക്ക് അവളുടെ അമ്മയെ കാണിച്ചു കൊടുക്കണമെന്ന് പറയാൻ തുടങ്ങിയതാ നിങ്ങൾ തന്നെ അമ്മയെന്ന്. അമ്മേ, അച്ഛന് നമ്മൾ വാക്ക് കൊടുത്തതാ. എന്തൊക്കെ സംഭവിച്ചാലും അവരോട് ഇതൊന്നും പറയരുത്. ഒരിക്കൽ ഞാൻ കരുതിയിരുന്നു, നമുക്ക് എന്താവശ്യം വന്നാലും കരുതലിനും സപ്പോർട്ടിനും ഒക്കെ 100 കണക്കിന് ആളുകൾ ഉണ്ടാവുമെന്ന്. ഒന്ന് ഫോൺ ചെയ്താൽ മതി, വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ നടത്താന്ന്. ഇപ്പൊ മനസ്സിലായി, ഒന്നും നമ്മുടെ കയ്യിലല്ല. ജയിച്ചു നിൽക്കുമ്പോഴേ കൈയടിയുള്ളൂ. വീണ് തുടങ്ങിയ ആരും തിരിഞ്ഞു നോക്കില്ല. നമ്മളിപ്പോ പരിഹാസ കഥാപാത്രങ്ങളാ. അമ്മേ, അമ്മ ഇങ്ങനെ നിരാശപ്പെടാതെ. സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സിദ്ധു ജയിലില്ല. ചിന്തിക്കാൻ വയ്യ. നന്ദു വരട്ടെ, എത്രയും പെട്ടെന്ന് അച്ഛനെ പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം.
ഗൗരി ഗൗരി വാതിൽ തുറക്ക. ഗൗരി മുരളീട്ടാ, എന്താ ഇവിടെ ഇരിക്കെ. ശ്രദ്ധിച്ചു. മുരളീട്ടാ, നന്ദൻ നന്ദൻ എന്താ പറ്റിയേ? അയ്യോ, ഇതെന്തൊരു കോലോ ഈശ്വര. നന്ദൻ എങ്ങനെയാ കണ്ടുപിടിച്ച? എവിടെയായിരുന്നു? എങ്ങനെയാ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന്? ഒക്കെ പറയാം, വരട്ടെ. നന്ദ, വേണേ കുറച്ചു നേരം അകത്തു വന്ന് കിടക്ക. വേണ്ട. ഞാൻ നന്ദന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട ഗൗരി, ഒന്നും ഇറങ്ങില്ല. നെഞ്ചിന്റെ അകമൊക്കെ കലങ്ങിക്കിടക്ക. ആ ഇരുട്ടറെ തന്നെ എന്റെ അവസാനം. അങ്ങനെ ഞാൻ ഉറപ്പിച്ചതാ. നിങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പോലും കരുതിയതല്ല. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. നിങ്ങൾക്കെന്റെ മൃതദേഹമെങ്കിലും കാണാൻ പറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ നന്ദ ഇത്? മിണ്ടാതിരിക്കെ. ഞാൻ മരിക്കുമെന്ന് ഉറപ്പായിരുന്നു ഗിരീഷേട്ടാ. എന്റെ ബോഡി അവരെവിടെയെങ്കിലും കുഴിച്ചു മൂടിയ എന്നെ ആയുഷ്കാലം മുഴുവൻ അന്വേഷിച്ച് നടക്കില്ലേ? എന്തായാലും എന്റെയും നിങ്ങളുടെയും ഭാഗ്യം. മുരളിക്കും ഗിരീഷേട്ടന് എന്നെ കണ്ടെത്താൻ പറ്റില്ലായിരുന്നെങ്കിൽ. ഗൗരി, നീ കുറച്ച് ചൂടോടെ എടുക്ക. മുരളി, നമുക്ക് നന്ദനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? വേണ്ട. ത്യാഗരാജന്റെ ആൾക്കാർ നമ്മളെ കണ്ട കുഴപ്പമാ. അവരെവിടെ എത്തും? ജാനകി ആന്റി വിളിച്ച് മെഡിസിൻ എന്തെങ്കിലും എടുക്കാം. എന്നാ നമുക്ക് ജാനകി മേഡത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അല്ലാതെ എങ്ങനെ പേടിച്ചാലെങ്ങനെയാ? നീ വെള്ളം കുടിക്കും. വേണ്ട ഗിരീഷേട്ടാ, വെറുതെ കുഴപ്പമാണ്ട. ശരിയാ, ഇനിയിപ്പോ പുറത്തുനിന്ന് നന്ദൻ പോണ്ട. മുരളീട്ടാ, നമ്മുടെ അഷ്റഫ് ഡോക്ടറോടൊന്ന് പറഞ്ഞ ഡോക്ടർ വീട്ടിൽ വന്ന് നോക്കൂലേ? വിളിക്കാം. ഒന്നും വേണ്ട ഗൗരി. എന്താ? നീ അധികം സംസാരിക്കണ്ട. എനിക്കൊരു ഡോക്ടറെ കാണണ്ട. നന്ദ, എത്ര സംസാരിക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് നിങ്ങളെ കണ്ടപ്പോ സംസാരിക്കാൻ കൊതിയാവുക. അവരെന്നെ ശരിക്കും മർദ്ദിച്ചു. ശരീരം മൊത്തം വേദനയാ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനെ ഒന്ന് കാണുന്നവരെ തോന്നിപ്പോയി. പക്ഷെ പിന്നെ വിചാരിച്ചു ഈ കോലത്തില് അച്ഛനെ കാണണ്ടെന്ന്. അച്ഛനത് താങ്ങാൻ പറ്റില്ല. ആദ്യം എനിക്ക് ദേവിയെ ഒന്ന് കാണണം. അമ്മേ
രജനീച്ചേക്കൊന്ന് കാണണം. വാ ഗിരീഷേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഏയ് വേണ്ട വേണ്ട എന്താ, ഈ ഒരു അവസ്ഥയിൽ നിന്നെ അവർ കാണണ്ട. നീ പറഞ്ഞില്ലേ സിദ്ധാർത്ഥനങ്ങള് നിന്നെ ഇങ്ങനെ കാണണ്ടെന്ന്. ഒന്നാമത് നീ ത്യാഗരാജന്റെ പിടിയിലായെന്നോ അപകടത്തിലായെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഒന്നാമതേ സിദ്ധാർത്ഥൻ സാറിന്റെ അവസ്ഥയിൽ എല്ലാവരും തകർന്നിരിക്കുക. അതിനിടയിൽ നീയും കൂടെ എങ്ങനെയാണെന്നറിഞ്ഞ വേണ്ട. ശരിയാ, വേണ്ട. ഞാനും കൂടി അവർക്ക് വേദന കൊടുക്കണ്ട. എടാ, ആദ്യം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ്. ഗൗരി, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്ക്, ഇവനൊന്ന് കുളിക്കട്ടെ. എന്താ, എന്തായാലും കുളിച്ച് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വീട്ടിലേക്ക് പോവാം. വാ. ഡ്രസ്? ഓ, എന്റെ ഷർട്ടൊന്നും നീ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. നീ വന്നേ, എഴുന്നേറ്റ് വാ. വാ. എനിക്ക് പതുക്കെ. ഗിരീഷേട്ടന് ഒരു കട്ടൻ ചായ എടുക്കാൻ പറയാം. വാ, പതുക്കെ. നന്ദുവിനെ കാണുന്നില്ലല്ലോ മോളെ. എപ്പം വരുമെന്നോ മറ്റോ പറഞ്ഞോ ഗിരി? ഇല്ലമ്മേ, ഞങ്ങള് അങ്ങ് എത്തിക്കോളാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്നുകൂടി ഗിരിയെ വിളിച്ചു നോക്കുമോളെ. അവനെ ഒന്ന് കണ്ടാലേ സമാധാനാവൂ. ഇപ്പൊ ഞാൻ വിളിച്ചു. ഗിരീഷേട്ടനെ നന്ദുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഗിരീഷേട്ടാ, എടുത്ത് കഴിക്ക്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാന്ന് കരുതിയതാ. അതോളാലോ, രജനി ചേച്ചിയുടെ വീട് പോലെ കണ്ടാ മതി ഇവിടെയും. അല്ല എന്താ? അതെ, എല്ലാവർക്കും കൂടി കഴിക്കാനുണ്ടാവുമെന്ന് സംശയിച്ചിട്ടാവും. എന്നാ അത് വേണ്ട. ഭാർഗവാന്റിയുടെ വീട്ടില് ഭക്ഷണം എപ്പോഴും ഉണ്ടാവും. അല്ല, മുരളിയുടെ അമ്മ എവിടെ? അമ്മ എന്റെ വീട് വരെ ഒന്ന് പോയതാ. അമ്മയൊന്ന് വീണെന്ന് പറഞ്ഞില്ലേ, ഉമയും കൂട്ടി പോയിരിക്കോ. ഓ, എടാ, നിനക്ക് മുരളിയുടെ ഡ്രസ്സ് കറക്റ്റ് ആണല്ലോ. അതെ ഗിരീഷേട്ടാ, കല്യാണത്തിന് മുമ്പ് വരെ ഞങ്ങൾ ഷർട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയൊക്കെ ഇടുമായിരുന്നു. ഇപ്പൊ ഏതായാലും ഒരു അവസരം കിട്ടിയല്ലോ. എന്താ എന്താ എന്താ? ഇന്നലെ കിട്ടടിയിൽ നാവിലും മുറിവ് പറ്റിയിട്ടുണ്ട്. ഇനി കുറേ ദിവസത്തേക്ക് നല്ല നീറ്റലായിരിക്കും. എന്നാലും ഒരു മനുഷ്യനെ എങ്ങനെ തല്ലി ചതയ്ക്കാൻ അവർക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? അവരിൽ പലർക്കും ഇത് തൊഴിലല്ലേ ഗൗരി? തൊഴിൽ ചെയ്യുമ്പോൾ കുറ്റബോധം വേണ്ടല്ലോ. ഗിരീഷേട്ടാ, അത് ഇവന്റെ കാര്യമൊന്നും തൽക്കാലത്തേക്ക് രജനി ചേച്ചിയോ ചന്ദ്രോത്തൊന്നും അറിയിക്കണ്ട. അതെ, അതങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു ഒഴുകഴിവ് പറഞ്ഞാൽ മതി. രജനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം.
മുരളി, നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ പുറത്തിറക്കുക എന്നുള്ളതായിരിക്കണം അടുത്ത ലക്ഷ്യം. നിങ്ങൾക്കത് കഴിയും ഗിരീഷേട്ടാ. ത്യാഗരാജന്റെ തടങ്കൽ പാളയത്തിൽ നിന്ന് എനിക്ക് പുറലോകം കാണാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തന്നെ രക്ഷപ്പെടുത്തി. നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അച്ഛൻ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. എനിക്കൊരു പേടിയുമില്ല. നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ എങ്ങനെ നീക്കാന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണം. രാഷ്ട്രീയപരമായി സാറിനെതിരെ ഒരു വലിയ വികാരം കത്തി നിൽക്കുക ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഭരണപരമായി യാതൊരു സഹായവും പ്രതീക്ഷിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ശത്രുക്കൾ ഇതൊരു അവസരമായി കണ്ട് സാറിന് ഒതുക്കാനും നോക്കും. നിങ്ങൾ കഴിക്ക്, പിന്നെ സംസാരിക്കാം. കഴിക്ക്. സർ പ്ലീസ് സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശബ്ദിക്കരുത്. നീയൊന്നും ഇനി എന്റെ കൂടെ വേണ്ട. ത്യാഗരാജന്റെ ജീവിതത്തിലെ ആദ്യത്തെ തോൽവിയാടായത്. ഈ മരണവാർത്ത ലോകത്തെ അറിയിക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. എന്റെ ബാലോട്ടിന് വേണ്ടി ഞാൻ കർമ്മം ചെയ്യേണ്ട ദിവസം. എടോ, ചന്ദ്രോത്ത് കാര്യം കൂടി ഉയരണമായിരുന്നു ഇന്ന്. അതോടൊപ്പം ബാലോട്ടന്റെ മരണ ദിവസം ഈ വീട്ടിൽ കെട്ടിയ കറുത്ത കൊടി അഴിച്ച് മാറ്റം ചെയ്യണമായിരുന്നു. ഇനി അത് നടക്കില്ല. ചേച്ചിയുടെ മുന്നിൽ ഉത്തരം പറയാൻ പറ്റാതെയാക്കി. സാറേ, പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അവരുടെ അറ്റാക്ക്. അറ്റാക്കോ? ഇതാണോടാ അറ്റാക്ക്? നീയൊക്കെ കുടിച്ച് ലെവല് കെട്ടിരുന്നപ്പോ രണ്ട് സാധാരണക്കാര് കൂളായി വന്ന് പൂട്ടിയിട്ടിരുന്നവനെ കൂട്ടിക്കൊണ്ടു പോയി. അറ്റാക്ക് പോലും. സാർ, സത്യമായിട്ട് ഞങ്ങൾ കള്ള് കുടിച്ചിട്ടില്ല സാർ. എടാ, മിണ്ടിപ്പോരുത് നീ. എടാ, എന്റെ സകല സമ്പാദ്യം കൈവിട്ടു പോയാലും ആ നന്ദിനി ഇവിടെ വേണമായിരുന്നു. നമുക്കവനെ പൊക്കാം സാർ. അവനെ സൂക്ഷിക്കാൻ പറ്റാത്തവനാ ഇനി അങ്ങ് പൊക്കാൻ നടക്കുന്നത്. പോടാ എന്റെ മുന്നിൽ. സർ, ഞങ്ങൾ അവന്മാരെ ഇവിടെ കൊണ്ടുവരും സാർ. സ്വന്തം താവളത്തിൽ സൂക്ഷിക്കാൻ പറ്റാത്തവനാ ഇനി അവന്റെ വീട്ടിൽ പോയി കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും നിന്റെ ഒന്നും സഹായമില്ലാതെ ഞാൻ കാര്യം നടത്തിക്കോളാം. അവരാരൊക്കെയാണെന്ന് പറഞ്ഞേ? സർ, അന്ന് ഞങ്ങൾ തല്ലി ബോധം കെടുത്തില്ലേ, അയാള്. രണ്ടാമത്തെ ആളെ അറിയില്ല സാർ. എന്തായാലും ശരി, അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ശരി സാർ, ശരി. വാടാ. ഗിരീഷേട്ടാ, മലയാളികളുടെ നമ്പർ 1 ചോയ്സ്, കേരള മാട്രിമോണി.